ആലപ്പുഴ മണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ കേസെടുത്തു. വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക കരുണാകരനെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയോ മറ്റു ഡോക്ടേഴ്സോ ഈ കേസിൽ പ്രതികളല്ല. മനുഷ്യജീവന് അപകടകരമായ വിധം പ്രവർത്തിച്ചെന്നാണ് എഫ്ഐആർ. വയറ്റിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ ഇന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ നടക്കും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരും. അതുപോലെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്ന് ലിഡിയ ജേക്കബും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഗായ്സ്. നമ്മുടെ ആർമി എല്ലാം രാവിലെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഗ്രൗണ്ടിൽ തോക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യം അശ്വിനിലേക്ക്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് അശ്വിൻ, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെ വിവിധ ഇടപെടലുകൾ പല കോണുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ ഇതിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഈ കത്രിക അകപ്പെട്ടു പോയ ഉഷ ജോസഫിന്റെ ഭർത്താവ് ജോസഫ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി പരിശോധിച്ച ശേഷമാണ് അമ്പലപ്പുഴ പോലീസ് ഇതിൽ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് കൂടിയാണിത്. അതിൻ്റെതായ പ്രാധാന്യവും ഈ കേസിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൽ പ്രതി ചേർത്തിരിക്കുന്നത് നിലവിൽ അന്ന് വകുപ്പ് മേധാവിയായിരുന്ന യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബിക കരുണാകരനെതിരെ മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പരാതിയുടെ വിശദാംശങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ പുറത്തു വരും. ആ പരാതിയിൽ ഡോക്ടർ ലളിതാംബികയുടെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പോലീസിന്റെ വിശദീകരണം പക്ഷേ പരാതിയിൽ ലളിതാംബികയുടെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്കെതിരെ മാത്രം കേസ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ പോലീസ് പറയുന്നതാണോ ശരി, അതോ കുടുംബം മറ്റ് ഡോക്ടേഴ്സിന്റെ പേര് കൂടി പരാതിയിൽ ചേർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും മനുഷ്യജീവന് അപകടകരമാം വിധം പ്രവർത്തിച്ചു, ഒപ്പം ഉദാസീനമായി മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചു എന്നീ കാര്യങ്ങളാണ് എഫ്ഐആറിൽ നിലവിൽ ചേർത്തിരിക്കുന്നത്. രണ്ട് വകുപ്പുകൾ BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 125, 125A ഇങ്ങനെ ഈ രണ്ട് വകുപ്പുകൾ ചേർത്താണ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിന്റെ തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പ്രധാനമായും 3 അന്വേഷണങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നത്. ഒന്ന്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയായിരുന്നു. ഇന്നലെ ഡോക്ടർ ലളിതാംബിക കരുണാകരൻ വാർത്താലേഖകരോട് പറഞ്ഞത് അവർക്കിതിൽ നേരിട്ട് ഉത്തരവാദിത്വമില്ല എന്നായിരുന്നു. അവർ യൂണിറ്റ് ചീഫായതുകൊണ്ട് അവരുടെ പേര് അതിൻ്റെ തലയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ മാത്രം പ്രതിയാകുന്നു, മറ്റ് ഷാഹിദ ഉൾപ്പെടെ ആളുകളെ പ്രതി ചേർക്കുന്നില്ല. അവരെ പ്രതി ചേർക്കണം നമുക്ക് നിർബന്ധമില്ല. അതേസമയം ഈ ഡോക്ടർ ലളിതാംബിക യൂണിറ്റ് മേധാവി ആയതുകൊണ്ട് മാത്രം അവരുടെ പേര് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ഈ സിസ്റ്റത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സിസ്റ്റം അവരെ കയറി പിടിച്ചത്. അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഡോക്ടർ ലളിതാംബിക കരുണാകരൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ വിവരങ്ങൾ ഒരു മണിക്കൂറിൽ നമുക്ക് വ്യക്തമായി തന്നെ പുറത്തുവിടാൻ കഴിയും. ഒപ്പം ഇന്നലെ അവരുടെ ആദ്യ പ്രതികരണം തന്നെ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പറഞ്ഞതുപോലെ അത്തരത്തിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഈ എഫ്ഐആറിൽ അവരുടെ പേര് മാത്രം ഉൾപ്പെടുത്താൻ കാരണമായോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഒപ്പം ഇന്നലെ ആരോഗ്യവകുപ്പിന്റെ ഒരു നടപടി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് ഡോക്ടർ ജെ ഷാഹിദ അടക്കം ഈ കേസ് അന്ന് ശസ്ത്രക്രിയ നടത്തിയ ജെ ഷാഹിദ അടക്കം 2 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ പോലീസ് നടപടിയിലേക്ക് വരുമ്പോൾ അവരാരും എഫ്ഐആറിൽ ഇല്ല. ആ എഫ്ഐആറിൽ ഉള്ളത് ഡോക്ടർ ലളിതാംബിക കരുണാകരൻ മാത്രമാണ്. അതിന്റെ പിന്നിൽ ഉള്ള സാങ്കേതിക കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. പോലീസിന്റെ ഭാഷ്യം അത് പരാതിയിൽ അവരുടെ പേര് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും പരാതിയുടെ പകർപ്പ് സഹിതം വരും മണിക്കൂറിൽ നമ്മൾ പുറത്തു വിടുമ്പോൾ ആ പരാതിയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ഡോക്ടർ ലളിതാംബിക മാത്രമാണോ അതിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ഇന്ന് ആരോഗ്യ മന്ത്രിക്ക് മുന്നിൽ കൂടുതൽ റിപ്പോർട്ടുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരികയാണ്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നുണ്ട്. ആ വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഇന്നലെ ഉഷ ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മൊബൈൽ ഫോൺ വഴിയാണ് രേഖപ്പെടുത്തിയത്. അതിൽ ഇവർ ഈ ഡോക്ടർ ഷാഹിദ അടക്കം പേര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടുകൾ പോലീസിന്റെ പക്കലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ഈ എഫ്ഐആർ വിപുലപ്പെടുത്താൻ പോലീസ് നിർബന്ധിതരാകും. അങ്ങനെയാകുമ്പോൾ കൂടുതൽ പ്രതികൾ ഈ കേസിൽ വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യ കേസിൽ 1ാം പ്രതി ഡോക്ടർ ലളിതാംബികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ആ പ്രതിപട്ടിക മാറാനുള്ള സാധ്യതകളും നിലവിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.